പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം. ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഭൂവിൽ പിറക്കുമ്പോൾ ഇരുകൈയും നീട്ടി വാങ്ങും നീ മാലാഖമാർ. ഒരു ജീവൻ മണ്ണിൽ പൊലിയുമ്പോൾ അരികെ ശാന്തമായ യാത്രയാക്കിയിടും ഭൂവിലെ സ്വന്ത വേദനയതെല്ലാം മറന്ന് സോദരർക്കായി നീക്കിവച്ചിടും ജീവിതം. നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടുന്നിവർ സാന്ത്വനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പമായിരിക്കുന്നത് അഭിവന്യ കർദിനാൾ മാർ ജോർജ് കുവക്കാട് പിതാവാണ്. അഭിവന്യ കർദിനാൾ വത്തിക്കാൻ ഡിപ്ലോമാറ്റായും പ്രിഫെക്റ്റ് ഓഫ് ദ ഡിക്കാസ്ട്രി ഫോർ ഇൻ്റർ റിലീജിയസ് ഡയലോഗായും സേവനം ചെയ്യുന്നു. അഭിവന്യ പിതാവിനെ ഏറ്റവും സ്നേഹത്തോടും ആദരവോടും കൂടി ഇന്നത്തെ നേഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവേ, US നേഴ്സസ് മിനിസ്ട്രിയിൽ നിന്നുള്ള ഞങ്ങൾ കുറച്ച് പേർ അങ്ങയോടൊപ്പം ആയിരിക്കുന്നത് കുറച്ച് ചോദ്യങ്ങളും അല്പം ചിന്തകളുമായിട്ടാണ്. പിതാവേ,
ആദ്യം ഞങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ലിസ സിബി. ചിക്കാഗോ മാർത്തോമാ ശ്ലീഹ കത്തീഡ്രൽ ഇടവകാംഗമാണ്. കുടുംബവുമായി താമസിക്കുന്നു. നഴ്സ് പ്രാക്ടീഷണറായി ജോലി ചെയ്യുന്നു. പിതാവേ, ഞാൻ ഷീബ ചാക്കോ, കാലിഫോർണിയയിൽ ഫാമിലിയായി താമസിക്കുന്നു. സെൻറ്റ് തോമസ് സീറോ മലബാർ സാൻ ഫ്രാൻസിസ്കോ ഇടവകാംഗമാണ്. നേഴ്സായി ജോലി ചെയ്യുന്നു. ഞാൻ ഷിമോൾ ജെയ്സൺ, സെൻറ്റ് മേരീസ് സീറോ മലബാർ ചർച്ച്, സാൻഫോർഡ്, ഒർലാൻഡോ ആ ഇടവകയിൽ 6 വർഷമായിട്ട് കുടുംബമൊത്ത് താമസിക്കുന്നു. നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ബെറ്റി പാറയിൽ, ഷിക്കാഗോ മാർത്തോമാ ശ്ലീഹ കത്തീഡ്രൽ ഇടവാംഗമാണ്. ഞാനിവിടെ ഒരു ഹോസ്പിറ്റൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ മേരി വർഗീസ്, ചിക്കാഗോ സെയിൻറ്റ് തോമസ് സീറോ മലബാർ കത്തീഡ്രൽ ഇടവകാംഗമാണ്. 8 വർഷമായി കുടുംബമായിട്ട് ഇവിടെ ജീവിക്കുന്നു. നഴ്സായി ജോലി ചെയ്യുന്നു. പിതാവേ, പരിശുദ്ധ പിതാക്കന്മാർ എപ്പോഴും ഊന്നിപ്പറയുന്ന ഒരു ക്രിസ്തീയ മൂല്യമാണല്ലോ പ്രത്യാശ. രോഗാവസ്ഥയിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ഞങ്ങളുടെ അടുക്കൽ വരുന്ന രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എങ്ങനെ പ്രത്യാശയുടെ തീരത്തിലേക്ക് നയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും? ആദ്യമായി തന്നെ നിങ്ങളെല്ലാവരെയും കാണുവാനും പരിചയപ്പെടാനും സാധിച്ചത് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണെന്നറിയാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ നേരിടേണ്ട ഒരു അവസ്ഥയാണ് സഹനത്തിൻ്റെ അവസ്ഥ. രോഗിയായിരിക്കുന്ന അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഉണ്ടാകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് പ്രത്യാശയില്ല എന്നുള്ളതാണ്. ഉപയോഗശൂന്യത, പ്രത്യാശയില്ല, ഒരു ഭാരമായി മാറുന്നു താൻ. അങ്ങനെയുള്ള അവസ്ഥകളിൽ നിങ്ങളുടെ ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യാശയുടെ ദൂതരായിട്ട് നിങ്ങൾ അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് നിങ്ങളവരിൽ കേവലം ഒരു സഹാനുഭൂതിയോടെ മാത്രമല്ല, മിശിഹായുടെ തിരുശരീരത്തെ ശുശ്രൂഷ ചെയ്യുന്ന പോലെയാണ് നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും കേവലം രോഗസൗഖ്യത്തിന് വേണ്ടിയുള്ള മരുന്ന് മാത്രമല്ല, ആരുമില്ലാത്തവരെ പ്രത്യേകിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് അവർക്ക് സ്നേഹത്തോടെ മരുന്ന് കൊടുത്തുകൊണ്ട് അവർക്ക് പ്രത്യാശയുള്ള വാക്കുകൾ നൽകിക്കൊണ്ട് അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നീ എനിക്ക് പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ദൈവികമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് നിങ്ങളുടേത്. അത് അപ്രകാരം ചെയ്യുമ്പോൾ ഈശോ കാണിച്ചു സ്പർശിച്ചു അല്ലേ, ഈശോയ്ക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയായിരുന്നു സുഖപ്പെട്ടതെന്ന്, പക്ഷേ അതല്ല, സ്പർശിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ദൗത്യം വളരെ ശ്രേഷ്ഠമായ രീതിയിൽ ചെയ്യുകയും നിങ്ങളുടെ വാക്കുകൊണ്ടും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ടും അവർ പ്രധാനപ്പെട്ടവരാണെന്നും അവരിലൂടെ ലോകത്തിന് രക്ഷ സാധ്യമാണ്. കാരണം ഈശോ ലോകത്തെ രക്ഷിച്ചത് സഹനത്തിലൂടെ ആണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെ കണ്ണുകളിലൂടെ അവർ ഉപയോഗമുള്ളവരാണെന്നും അവരുടെ കുരിശുകൾ ഈശോയുടെ കുരിശോട് ചേർത്ത് വെക്കണമെന്ന് അവരെ ഓർമ്മിപ്പിക്കുവാനും നിങ്ങൾ പ്രധാനപ്പെട്ടവരാണെന്ന് ആർക്കും ചെല്ലാൻ, ഒരു കുടുംബത്തിലുള്ളവർക്ക് പോലും ചിലപ്പോൾ ഇൻറ്റൻസീവ് കറൻറ്റ് കിടക്കുമ്പോൾ അവർക്കൊന്നും ചെല്ലാൻ പറ്റാതെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ദൂതന്മാരുടെ, മാലാഖമാരുടെ ഒരു ദൗത്യമാണ് നിങ്ങൾക്കുള്ളത്. പിതാവേ, ഈ പ്രത്യാശയെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ലൊരു ബോധ്യം കിട്ടി. അപ്പോൾ ഈ പ്രത്യാശ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ കരുണയുള്ളവരായിരിക്കണം അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ സാങ്കേതിക ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലും ഈ സാങ്കേതികവിദ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങളുടെ ഈ ശുശ്രൂഷ മേഖലയിൽ കരുണയ്ക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുക? പറഞ്ഞ പോലെ നമുക്ക് ഇന്ന് വലിയൊരു ദൈവാനുഗ്രഹമാണ് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖല വളർന്ന് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ മനുഷ്യൻ്റെ മാഹാത്മ്യത്തിനുള്ള ശുശ്രൂഷയാണ്. അതിന് പകരം വെക്കുവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് നിങ്ങളുടെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മളുടെ പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പഠിക്കുവാനും അതേസമയം തന്നെ കാരുണ്യം, കാരണം നമുക്കറിയാം വേദനിക്കുന്നവർക്ക് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വേദനകൾ കുറയ്ക്കുവാൻ, അവർക്ക് പ്രത്യാശ കൊടുക്കാൻ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ അധികം രോഗസൗഖ്യത്തിനുള്ള സാധ്യതകൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ വഴിയായിട്ടുണ്ട്. അതേസമയം തന്നെ അത് പലരും ഇൻഷുറൻസിൻ്റെ പേരിലാകാം, മറ്റ് ലാഭേച്ഛയോടുകൂടി ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ പണം മാത്രം സമ്പാദിക്കാനുള്ള
സാധ്യതകളുണ്ട്, എല്ലായിടത്തും ഉള്ള സാധ്യതയുണ്ട്. അവിടെയെല്ലാം ഈ വേദനിക്കുന്നവർ, ആ രോഗമെന്ന് പറയുന്നത് തന്നെ ദുഃഖകരമായ അവസ്ഥയാണ്. അപ്പോൾ അവരെ കരുണയോടെ ശുശ്രൂഷിക്കുവാൻ, അവരെ മനസ്സിലാക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് പ്രതീക്ഷ കൊടുക്കുവാനായിട്ട് നമുക്ക് മിശിഹായുടെ കാരുണ്യത്തിൻ്റെ ആ ഒരു മനോഭാവം അടിസ്ഥാനപരമായിട്ട് പ്രധാനപ്പെട്ട, അത് അവരോട് മാത്രമല്ല, നമ്മൾ വ്യാപരിക്കുന്ന മേഖലകളിൽ ഉള്ള ഹോസ്പിറ്റലുകളിൽ അത്തരം നീക്കങ്ങളുണ്ടെങ്കിൽ അതേപ്പറ്റിയുള്ള ബോധവൽക്കരണത്തിന് നമ്മളാലാവും വിധം നമ്മൾ പരിശ്രമിക്കുവാനും ഈ കരുണ നമ്മളെ പ്രേരിപ്പിക്കണം. പിതാവേ, ഞാൻ ചോദിക്കാൻ പോകുന്നത് അങ്ങയുടെ തന്നെ പ്രവർത്തന മേഖലയായ സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഞങ്ങൾ വ്യത്യസ്ത സംസ്കാരങ്ങളിലും മൂല്യങ്ങളിലും പശ്ചാത്തലങ്ങളുമുള്ള ആളുകൾക്കിടയിൽ ജോലി ചെയ്യുന്നവരാണല്ലോ. ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ ജോലി ചെയ്യുമ്പോൾ ക്രിസ്തു സ്നേഹത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എങ്ങനെ നല്ല ശുശ്രൂഷകരാകാൻ പറ്റും? നല്ലൊരു ചോദ്യമാണത്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ടവരും രോഗികളും കാരാഗൃഹത്തിലുള്ളവരും വേദനിക്കുന്നവരും അവരിലൊക്കെയുള്ള മിശിഹാ സാന്നിധ്യത്തിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മൾ ഇപ്പം പാവപ്പെട്ടവരെ സഹായിക്കുകയോ രോഗികളെ സഹായിക്കുകയോ എന്ന ധാരാളം ആളുകളുണ്ട്. അത് ദൈവവിശ്വാസം ഇല്ലാത്തവരും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നൊരു വ്യത്യാസമുണ്ട്. നമ്മൾ സ്പർശിക്കുന്നത്, നമ്മൾ വിശുദ്ധ കുർബാനയിൽ മുറിക്കുന്ന അതേ അപ്പവും ഉൾക്കൊള്ളുന്ന അതേ തിരിച്ചറിവും തന്നെയാണ് ഈ രോഗിയിലും നമ്മൾ സ്പർശിക്കുന്നത്. അപ്പോൾ അത് ക്രിസ്ത്യാനി മാത്രമല്ല, ഏത് രോഗിയിലും ഏത് പാവപ്പെട്ടവനിലും ഏത് വേദനിക്കുന്നവരിലും മിശിഹായുടെ സാന്നിധ്യമുണ്ട്. നമുക്കറിയാം, ഈശോ തന്നെ ശതാധിപനെ സഹായിച്ചു, ശതാനോട് സംസാരിച്ചു. നമുക്കറിയാം, ശമറായ സ്ത്രീയോട് സംസാരിച്ചു. ഇപ്രകാരം വിവിധ മതങ്ങൾ ഉള്ളവരെ എല്ലാവരെയും കാണുവാനായിട്ട് ഈശോ പരിശ്രമിച്ചു. അപ്പം നമ്മുടെ മുമ്പിലുള്ള എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ മക്കളാണ്. അവരിൽ പ്രത്യേകിച്ച് നേഴ്സിംഗ് മേഖലയിലെ രോഗികളെ കാണുമ്പോൾ അവരെല്ലാവരും ഉള്ള ഈശോ സാന്നിധ്യമാണ് നമ്മളുടെ ശുശ്രൂഷയുടെ ചേതന. പിതാവേ, ഞങ്ങൾ നേഴ്സസ് പലപ്പോഴും അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം രോഗിയുടെ മരണമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നേഴ്സസായി ഞങ്ങൾക്ക് ആ വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയാണത്. അതായത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. ഒരു കുടുംബത്തിൻ്റെ ദുഃഖകരമായ അവസ്ഥയുടെ ഫലമായിട്ട് ആണ് നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബാംഗങ്ങൾ നല്ല ചികിത്സ കിട്ടാനും നല്ല പരിചരണം കിട്ടാനും ഒക്കെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവരതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ ഫലം കൂടിയായിട്ടാണ് നിങ്ങളുടെ ദൈവം അവിടെ ആക്കിയിരിക്കുന്നത്, നമ്മുടെ വിശ്വാസം അനുസരിച്ച്. അപ്പോൾ മരണം പോലെയുള്ള ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ആ അവസ്ഥാവിശേഷത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉത്ഥിതനായ മിശിഹായാണ് നമ്മൾക്കുള്ള പ്രത്യാശ എന്ന് പറയുന്നത്. ആ പ്രത്യാശയിലേക്ക് നമ്മളാൽ ആവും വിധം, കാരണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു കടന്നുപോകലാണെന്നും നമ്മളുടേത് നിത്യജീവിതത്തിലേക്കുള്ള യാത്രയാണെന്നും ഉള്ള ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവുകയും അത് അവരിലേക്ക് കൊടുക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കൂടെ നിൽക്കുന്നവർ, അവരാണ് കൂടുതൽ. ഒരുപക്ഷെ ചില രോഗികളൊക്കെ അബോധാവസ്ഥയിൽ അവർ ചുറ്റുപാട് നടക്കുന്നൊന്നും അറിയുന്ന പോലും ഉണ്ടാവുകയില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തിയും നമ്മൾ രോഗിയെ പരിപൂർണമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, വേണ്ടതെല്ലാം അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർ കടന്നു പോകുമ്പോൾ അവരെ ഈ ലോകത്ത് നിന്ന് പലപ്പോഴും നമുക്കറിയാം പ്രിയപ്പെട്ടവരാണ്. എന്നെ ശുശ്രൂഷിച്ച എൻ്റെ അമ്മ, എന്നെ വളർത്തിയ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു എന്നുള്ളൊരു ഒരു ഉറപ്പ്, അത് നമുക്ക് കൊടുക്കുവാനും ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് പറയുവാനും സാധിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ശുശ്രൂഷ. പിതാവേ, ആയിരക്കണക്കിന് കത്തോലിക്ക നേഴ്സുമാർ തങ്ങളുടെ ജന്മനാടും കുടുംബവും ഒക്കെ വിട്ട് ദൂരദേശങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള കുടിയേറ്റ നേഴ്സുമാർക്ക് ധൈര്യവും പ്രോത്സാഹനവും നൽകാൻ എന്ത് സന്ദേശമാണ് പിതാവിന് പറയാനുള്ളത്? ഞാൻ കേരളത്തിലെ നമ്മുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും ആദരവോടുകൂടി ഓർമ്മിക്കുന്ന
ഒരു സമൂഹത്തിലെ വ്യക്തികളാണ് ആ നേഴ്സുമാർ, പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർ. നമ്മളൊക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടായിരുന്നെങ്കിൽ ഒത്തിരി പേരും നാട്ടിൽ തന്നെ നിൽക്കുമായിരുന്നു എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിനെയും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ രീതികളെയും ഒത്തിരി നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്നവരാണ്. ഞാൻ പോലും 26 വർഷമായി നാട് വിട്ടിട്ട്. ഇഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷേ നമുക്ക് നല്ല ലഭിച്ച ഒരു ശുശ്രൂഷയോടുള്ള നമ്മുടെ കടപ്പാട്, നമ്മുടെ പ്രതിബദ്ധത ഞാൻ എപ്പോഴും ഓർമ്മിക്കും. ആദ്യ കാലങ്ങളിൽ അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിൽ കടന്നുപോയ നമ്മുടെ മുതിർന്ന ചേച്ചിമാർ പ്രത്യേകിച്ച്, അവർ തങ്ങളുടെ ഇളം തലമുറയെ രക്ഷിക്കാൻ വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുകയും അവരുടെ സ്വന്തം ജീവിതം വിസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും വിവാഹം പോലും കഴിക്കാതെ അവരുടെ പുറകെ വന്ന്, അന്ന് 10-14 മക്കളുള്ള കുടുംബങ്ങളുണ്ട്, അവർക്ക് വേണ്ടി അവർ സ്വയം ത്യാഗം ചെയ്ത്, എന്നിട്ട് ചില അവസരങ്ങളിൽ അവർ പോലും വിസ്മരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്വയം ശൂന്യവൽക്കരിച്ച മിശിഹായെ പോലെ തങ്ങളുടെ സമൂഹത്തിനും തങ്ങളുടെ കുടുംബത്തിനും തൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ജീവിത ഹോമം ചെയ്ത വലിയ ശ്രേഷ്ഠമായ ഒരു തലമുറയുടെ പിൻതലമുറക്കാരാണ് നിങ്ങൾ. അത് ഓർത്തു നോക്കി. നാട് നമ്മൾ വിടുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമുക്കറിയാം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ജോലി മേഖലയും ഇപ്രകാരം സഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ശുശ്രൂഷ ചെയ്യുന്നത്. കുടുംബത്തിലും വന്നിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. പലപ്പോഴും നൈറ്റ് കഴിഞ്ഞ് വരുന്നു, മറ്റു ജോലികൾക്കില്ലാത്ത ഒരു ബുദ്ധിമുട്ടാണത്. നൈറ്റ് ചെയ്ത് വരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യണം, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ കഠിനാധ്വാനത്തിൻ്റെയും പരോപകാരത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒക്കെ വലിയ ശ്രേഷ്ഠമായ ഒരു മാതൃകയും വലിയ ഒരു സന്ദേശവുമാണ് നിങ്ങളുടെ ജീവിതം വഴി, പ്രത്യേകിച്ച് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് പ്രത്യേകമായിട്ടുള്ള തിരുസഭയുടെ പേരിലുള്ള ഹൃദ്യമായ നന്ദിയും അഭിനന്ദനവും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുന്നു. പിതാവേ, USA സിറോ മലബാർ സഭയുടെ ജൂബിലി ആഘോഷത്തിൻ്റെ തിരക്ക് പിടിച്ച സമയത്തും ഞങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും പ്രചോദനപരമായ ചിന്തകൾ ഞങ്ങളുമായി പങ്കുവെക്കുകയും ചെയ്തതിന് പിതാവിന് ഒരുപാട് നന്ദി. പിതാവിൻ്റെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. നന്ദി പിതാവേ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ മനുഷ്യരിലേക്കും പ്രത്യാശയും കരുണയും പകർന്നു കൊടുക്കുവാനായിട്ട്, പ്രത്യേകിച്ച് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരുടെയും കണ്ണുകളിലോട്ട് നോക്കിക്കൊണ്ട് നീ എനിക്ക് വിലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ആത്മാക്കളെയും നേടുവാനായിട്ട്, പ്രത്യേകിച്ച് ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ രോഗികളുടെയൊക്കെ മരണസമയത്ത് അവരെ ഒരുക്കി വിടുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകമെമ്പാടും അയക്കപ്പെട്ടിരിക്കുന്നവരാണ് ഓരോ നഴ്സുമാരും, അതുപോലെ തന്നെ ഓരോ വ്യക്തികളും. നമ്മളെ അയച്ചവൻ്റെ ആ ഇഷ്ടം നിറവേറ്റി ജീവിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനാകട്ടെ, വിശുദ്ധയാകട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.